പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് ദുഃഖവെള്ളി. ദുഃഖവും സന്തോഷവും വ്യക്തിപരവും ആപേക്ഷികവുമാണെന്ന് തോന്നുന്നു. ഒരാളുടെ ദുഃഖവും ദുഃഖഭാരങ്ങളും മറ്റൊരാൾക്ക് അതുപോലെ ആകണമെന്നില്ല. അതുപോലെ മറിച്ചും ഒരാൾക്ക് സന്തോഷം പകരുന്നത് മറ്റൊരാൾക്ക് സന്തോഷകാരണമാകണമെന്നില്ല. ഒരാളുടെ സന്തോഷകാരണം മറ്റൊരാൾക്ക് ദുഃഖം വരുത്തി വച്ചേക്കാം. അതുപോലെ ഒരാളുടെ ദുഃഖവും വേദനയും മറ്റൊരാളുടെ സന്തോഷകാരണവുമാകാം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ദുഃഖവെള്ളി ഇതിൽ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം എന്ന ചിന്ത വളരെ നല്ലതാണ്. മനുഷ്യരൂപമെടുത്ത ദൈവമായ ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് നാം ഓർക്കണം. ആ മനുഷ്യന് എല്ലാ വിചാരങ്ങളും ഉണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് താൻ അനുഭവിച്ച വേദനയും പീഡകളും ആരെയും സങ്കടപ്പെടുത്തുന്നതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ആത്മീയ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ക്രിസ്തു ആകുന്ന മനുഷ്യൻ്റെ സഹനത്തിൻ്റെ ഫലം അനുഭവിച്ച് നമ്മൾ സന്തോഷിക്കുന്നു. മനുഷ്യൻ്റെ രക്ഷയാണ് അവന് സന്തോഷകാരണം. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദുഃഖവെള്ളി ക്രിസ്തുവിന് ശാരീരിക പീഡകളും വേദനയും നൽകിയപ്പോൾ മനുഷ്യകുലത്തിന് അത് രക്ഷയും ശാശ്വത സന്തോഷവും സമാധാനവും നൽകി. അപ്പോൾ ഇനിയും കർത്താവ് മരിച്ച ദിവസമായ വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളി എന്ന് വിളിക്കുന്നത് എന്തിന് എന്നത് ഒരു പ്രസക്തമായ ചോദ്യമായി മാറുകയാണിവിടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വെള്ളി സന്തോഷവെള്ളിയാണ്. അതുകൊണ്ടായിരിക്കാം തിരുസഭയിലെ ഒരു പറ്റം ജനങ്ങൾ ആ വെള്ളിയെ നല്ല വെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. ഗുഡ് ഫ്രൈഡേ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം മനുഷ്യൻ അവന് വേണ്ടി മാത്രമല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ്റെ ജീവിതാനുഭവങ്ങളും കഷ്ടതകളും വേദനകളും മറ്റു മനുഷ്യർക്ക് സന്തോഷവും നന്മയും ഉളവാക്കുന്നതായിരിക്കണം എന്നതാണ്. ഏതാണ്ട് 8 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സുറിയാനി പാരമ്പര്യമുള്ള ഒരു ദുഃഖവെള്ളി ശുശ്രൂഷ കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് പുറത്തിറങ്ങി 2 ഇടവകക്കാർ എത്രയും വേഗം വീട്ടിലെത്താൻ തിരക്കുകൂട്ടി അവരവരുടെ കാർ എടുക്കുകയാണ്. ഡ്രൈവിംഗ് പഠിച്ചു വരുന്ന അച്ചായൻ വണ്ടി പുറകിലേക്ക് എടുക്കുമ്പോൾ മറ്റേ അച്ചായൻ്റെ കാറിൻ്റെ മുൻവശത്ത് ഒന്ന് തട്ടുകെട്ടിയ അച്ചായൻ പുറത്തിറങ്ങി മറ്റേ അച്ചായനെ വലിച്ച് പുറത്തിറക്കി കൊലപാതകമല്ലാത്തതെല്ലാം അവിടെ നടത്തി. ഈ സംഭവം ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ എവിടെ നിൽക്കുന്നു നമ്മുടെ ക്രിസ്തീയത്വം എന്ന് നമ്മൾ തിരിച്ചറിയണം. അന്ന് ആ ദുഃഖവെള്ളി ദിവസം മുഴുവൻ ചൊല്ലിപ്പിടിപ്പിച്ച ക്രിസ്തുവിൻ്റെ കഥകൾ ഓരോന്നും പറഞ്ഞു നിർത്തിയത് ആലോഹന റാഹയും മേലായിൻ കുറിയലായിസോൻ എന്ന് പറഞ്ഞാണ്. ഈ അച്ചായന്മാർ ഇത് പാടുകയും പറയുകയും ചെയ്തപ്പോൾ അവരുടെ അധരങ്ങളും നാവുകളും യാന്ത്രികമായി ചലിച്ചു എന്നേയുള്ളൂ. അവർ ക്രിസ്തുവിൻ്റെ സഹനവും പീഡാനുഭവങ്ങളും ക്ഷമയും സ്നേഹവും എല്ലാം എവിടെയോ കുഴിച്ചിട്ടിട്ട് അവരുടെ പഴയ ജീവിതം തന്നെ നയിക്കാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഇനിയെങ്കിലും കടന്നു വരുന്ന ദുഃഖവെള്ളികൾ നമുക്ക് ഗുഡ് ഫ്രൈഡേകൾ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ പരിശ്രമിക്കണം. ചില പുതിയ തീരുമാനങ്ങൾ ശിരസ വഹിക്കാൻ നമുക്ക് നന്നായി ഒരുങ്ങാം. ഏവർക്കും ദുഃഖവെള്ളിയുടെ സുഹൃതങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സഹനപുത്രനായ ക്രിസ്തു നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.